നമസ്കാരം. കഴിഞ്ഞ ദിവസം ഈ ചാനലിൽ ഞാൻ 2024 ഏപ്രിൽ മാസം 26-ാം തീയതിയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പ്രയോഗത്തിലിരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ലോകത്തെ ഒരു ശക്തിക്കും തന്നെ കൃത്രിമം നടത്താനോ തിരിമറി നടത്താനോ സാധിക്കാത്തത് എന്നതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ അടുത്ത കാലത്ത് ഗാലറി വിഷൻ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലെ ശ്രീജിത്ത് പണിക്കരെക്കാളും മിടുക്കൻ താനാണ് എന്ന് കാണിക്കാൻ ശ്രമിച്ച ഒരു ഷിബിൻ ഷാഹുലും ശ്രീജിത്ത് പണിക്കരും തമ്മിലുള്ള ഒരു സംവാദത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ശകലവും കൂടി ഞാൻ അതിൽ ചേർത്തിരുന്നു. ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അവസരത്തിൽ തന്നെ കോപ്പിറൈറ്റ് പ്രശ്നമുള്ളതിനാൽ എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നതായിരിക്കില്ല എന്നുള്ള ഇൻഫർമേഷൻ ലഭിച്ചു. എന്നാൽ ഞാനത് മൈൻഡ് ചെയ്തില്ല. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഒരാൾ എൻ്റെ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് സമയം നീക്കി വച്ചാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, അയാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എൻ്റെ വീഡിയോയിൽ നിന്നും അയാൾക്ക് കിട്ടണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഏക ലക്ഷ്യം. അതുകൊണ്ട് മോണിറ്റൈസേഷൻ ഇല്ലാതെ തന്നെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. ആൾക്കാർ അത് നല്ല രീതിക്ക് കണ്ട് തുടങ്ങിയപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അറിയുന്നു ഏതോ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ വീഡിയോ യൂട്യൂബ് നീക്കം ചെയ്തു എന്ന്. എന്നാൽ രാജ്യസ്നേഹിയായ ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട, പ്രചരിപ്പിക്കേണ്ട ഒരു വീഡിയോ ആണത്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോയിലെ ഈ ഗാലറി വിഷൻ മീഡിയയുടെ ആ വീഡിയോ ശകലം മാറ്റിയതിന് ശേഷം അത് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ആ വീഡിയോയിൽ ഷിബിൻ ഷാഹുൽ ശ്രീജിത്ത് പണിക്കരോട് ചോദിക്കുന്നത് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ എന്നാണ്. അതിന് ശ്രീജിത്ത് പണിക്കർ കൊടുക്കുന്ന മറുപടി, അവ്യക്തമായ മറുപടി, പോളിംഗ് ബൂത്തിൽ ഉപയോഗത്തിൽ ഇരിക്കുന്ന വോട്ടിംഗ് മെഷീനിൽ ആർക്കും തന്നെ കൃത്രിമം നടത്താൻ, തിരിമറി നടത്താൻ സാധിക്കില്ല എന്നാണ്. തുടർന്ന് കാണുക. നന്ദി, നമസ്കാരം. 2024 ലോക്സഭ ഇലക്ഷനിൽ ആകെ 96.88 കോടി ജനങ്ങളാണ് അവരുടെ സമ്മതിദാന അവകാശം ഉപയോഗിച്ചത്. എന്നാൽ അതിൽ 10,000 പേർക്കെങ്കിലും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് യാതൊരു വിവരവും ഇല്ല. ഞാനും സർക്കാർ സർവീസിൽ ഇരുന്ന സമയത്ത് വളരെയധികം പ്രാവശ്യം പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് ഈ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തിരുന്നു. അവിടെ ഈ ഇക്വിപ്മെൻറ്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലാതെ അതിനകത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് എനിക്ക് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സാധാരണക്കാരായ ആൾക്കാരുടെ കാര്യം പറയുകയും വേണ്ട. എന്നാൽ സാധാരണഗതിയിൽ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ട് ഉത്തരം നൽകുന്ന നമ്മുടെ ശ്രീജിത്ത് പണിക്കർ അവിടെ നൽകിയ ഉത്തരം, അതായത് പോളിംഗ് ബൂത്തിൽ ഉപയോഗത്തിൽ ഇരിക്കുന്ന EVM അതിൽ കൃത്രിമം നടത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സാധാരണ ജനങ്ങളിൽ സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ്. അതായത് അവിടെ കൊണ്ടുവയ്ക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ അതിന് ശേഷമോ വേണമെങ്കിൽ അതിൽ കൃത്രിമം നടത്താൻ കഴിയും എന്നുള്ള ഒരു ധാരണയാണ് ശ്രീജിത്ത് പണിക്കരും ജനങ്ങൾക്ക് നൽകിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അതിനെ തകർക്കണം എന്നുണ്ടെങ്കിൽ ഈ വോട്ടിംഗ് മെഷീൻ ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ധാരണ നമ്മുടെ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അതുമാത്രം മതി നമ്മുടെ ജനാധിപത്യ സംവിധാനം തകരാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ രാജ്യത്തെ ശിഥിലപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്തു വിലകെടുത്തും കാണിക്കാൻ ശ്രമിക്കുന്നത് ഈ വോട്ടിംഗ് മെഷീൻ അതിൽ കൃത്രിമം നടത്താൻ കഴിയും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉപയോഗിച്ചു വരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ M3 EVM എന്ന് പറയുന്ന മെഷീനാണ്. അതിൽ യാതൊരു കാരണവശാലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ടോ ഉള്ള ഒരു കൃത്രിമം ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നടത്തുക അസാധ്യമായ ഒരു കാര്യമാണ്. അങ്ങനെ നടത്തി എന്നുള്ളതിന് ചരിത്രത്തിൽ ഇതുവരെ ഒരു തെളിവും ഇല്ല. ഇത് പറയുന്നത് ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറയുന്നത്, മറിച്ച് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസ് SLP നമ്പർ 434/2023 എന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2024 ഏപ്രിൽ മാസം 26-ാം തീയതി പറഞ്ഞ ജഡ്ജിമെൻറ്റിലാണ് ഇക്കാര്യം എടുത്തു പറയുന്നത്. എന്നാൽ ഇത്രയും പ്രധാനപ്പെട്ട ആ വിധി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 10,000 പേരെങ്കിലും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അടിസ്ഥാനപരമായി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലക്ഷൻ പ്രക്രിയ, തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശരിയല്ല,
അതിനായി ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീൻ ശരിയല്ല, അതിൽ കൃത്രിമം നടത്താൻ കഴിയും എന്നുള്ള ഒരു ധാരണ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കിടയിലും അതുപോലെ തന്നെ ലോക രാഷ്ട്രങ്ങൾക്കിടയിലും പരത്തുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമമാണ് ഈ ഷാഹുലിനെ പോലെ ഒക്കെ ഉള്ള വിവരദോഷികൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അവരുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ആൾക്കാർക്കിടയിൽ ഒരു ധാരണ പടർത്തുക, അതായത് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്താൻ കഴിയും എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ശ്രീജിത്ത് പണിക്കരോട് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് സംശയം ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചത്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്നാൽ ഇത് 10 മിനിറ്റിന് അകത്തുള്ള ഒരു ക്യാപ്സ്യൂളിൽ കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. കുറച്ച് സമയം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഏവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. കൂടാതെ നമ്മുടെ വരാൻ പോകുന്ന ഭാവി വോട്ടർമാർക്കും നിങ്ങൾ ഈ ഒരു വിശ്വാസം അവരിൽ ജനിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. കാരണം അവർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഞാൻ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ ഒരു 3 വീഡിയോകളിൽ കൂടി 3 എപ്പിസോഡിൽ കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ എപ്പിസോഡായ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ആ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു സത്തയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതിൽ കൃത്രിമം നടത്താൻ സാധിക്കാത്തത് എന്ന് സുപ്രീം കോടതി പറഞ്ഞത്. നാം മനസ്സിലാക്കേണ്ടത് EVMലെ ഒരു ചിപ്പ് അത് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ജസ്റ്റിസ് ഖന്ന ആ EVMനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. പോളിംഗ് ബൂത്തിൽ വരുന്നു, ഇലക്ഷൻ കഴിയുന്നു, അതിനുശേഷം വെയർ ഹൗസിലേക്ക് പോകുന്നു. അവിടെ 45 ദിവസം വരെ ഈ പോളിങ്ങിനെ സംബന്ധിക്കുന്ന എല്ലാ ഡേറ്റകളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ഇലക്ഷൻ കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 45 ദിവസമാണ് സമയപരിധി. അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ EVMലുള്ള എല്ലാ ഡേറ്റകളും 45 ദിവസം വരെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യും. അതുവരെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം സവിസ്തരം പറയുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു ജഡ്ജി, ഒരു നിയമപണ്ഡിതനായ ഒരു ജഡ്ജിക്ക് എങ്ങനെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് പറയാൻ സാധിക്കുക എന്നുള്ളത്? അവിടെ സംഭവിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ എക്സ്പെർട്സിൻ്റെ ഉപദേശം, അവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് എഴുതിയത്. അത് വായിക്കുന്ന ആർക്കും തന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഞാൻ ആ ജഡ്ജ്മെൻറ്റിൻ്റെ സത്തയെക്കുറിച്ചിട്ടാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ എപ്പിസോഡിൽ ഇന്ത്യയിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്തൊക്കെ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 എപ്പിസോഡും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. 2004 ജനറൽ ഇലക്ഷനിലാണ് ഇന്ത്യയിൽ സാർവത്രികമായിട്ട് EVM ഉപയോഗപ്പെടുത്തി തുടങ്ങിയത്. എല്ലാ ബൂത്തിലും EVM വന്നു. എന്നാൽ 2011 മുതൽ കഴിഞ്ഞ 2 വർഷം മുൻപ് വരെ നിരന്തരമായിട്ട് ഓരോ സംഘടനകളും ആൾക്കാരും ഒക്കെ തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ EVM ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹർജികൾ നൽകി. സുപ്രീം കോടതി എല്ലാ ഹർജികളും തള്ളിക്കളഞ്ഞു, കാര്യകാരണ സഹിതം തള്ളിക്കളഞ്ഞു, എക്സെപ്റ്റ് 2 കേസസ്. അതായത് 2011 സുബ്രഹ്മണ്യൻ സ്വാമി ഒരു കേസ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഒരു പൗരൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തപ്പെട്ടു എന്ന് അറിയാനുള്ള അവകാശം അയാൾക്കുണ്ട്. അതുപോലെ തന്നെ താൻ ചെയ്ത വോട്ട് രേഖപ്പെടുത്തപ്പെട്ടതിന് ശേഷം അത് കൗണ്ട് ചെയ്യപ്പെട്ടു എന്ന് അറിയാനുള്ള ഒരു അവകാശവും അയാൾക്കുണ്ട്. അതുകൊണ്ട് VVPAT സംവിധാനം കൊണ്ടുവരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും സുപ്രീം കോടതി അത് അംഗീകരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന VVPAT സംവിധാനം വന്നത്. അതായത് നാം വോട്ട് ചെയ്യുന്നു, ഒരു ബീപ്പ് സൗണ്ട് വരുന്നു, അതോടൊപ്പം തന്നെ 7 മിനിറ്റ് നമ്മൾ ഏത് ചിഹ്നത്തിലാണോ വോട്ട് ചെയ്തത് ആ ചിഹ്നം ഉൾപ്പെടെ ഉള്ളത് നമുക്ക് 7 സെക്കൻഡ് നേരത്തേക്ക് അതിൽ കാണാൻ കഴിയും. അതിനുശേഷം സുപ്രീം കോടതി പറഞ്ഞു, ഈ VVPAT എല്ലാം എണ്ണേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു ബൂത്തിലെ
ഒരു വോട്ടിംഗ് മെഷീൻ മാത്രം എണ്ണിയാൽ മതി. അതുപോലെ തന്നെ ഒരു പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ആണ് എന്നുണ്ടെങ്കിൽ അതിനിടയിൽ പല അസംബ്ലി സെഗ്മെൻറ്റ് കാണും. അതിലേതെങ്കിലും ഒരു അസംബ്ലി സെഗ്മെൻറ്റിലെ ഏതെങ്കിലും ഒരു VVPAറ്റും എണ്ണി ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് താരതമ്യം ചെയ്താൽ മതിയാകും എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിനുശേഷം 2019 ചന്ദ്രബാബു നായിഡു മറ്റൊരു കേസ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ഒരു മെഷീൻ്റെ VVPAറ്റ് എണ്ണി തിട്ടപ്പെടുത്തിയാൽ പോരാ, എല്ലാം എണ്ണണം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രബാബു നായിഡു ഒരു കേസ് കൊടുത്തു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഈ എല്ലാ VVPAറ്റും എണ്ണുക എന്നുള്ള കാര്യം അസാധ്യമാണ്, അപ്പോൾ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ ഒരുപാട് കാലതാമസം ഉണ്ടാകും എന്ന്. എന്തായാലും സുപ്രീം കോടതി പറഞ്ഞു ഈ ഒന്നെന്നുള്ളത് മാറ്റി നമുക്ക് 5 എണ്ണം ആക്കാം. ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും എൻ്റെ മണ്ഡലമായ നെടുമങ്ങാട് അവിടെയുള്ള പല ബൂത്തുകളുണ്ട്. അതിൽ ഏതെങ്കിലും 5 ബൂത്തിലെ VVPAറ്റ് എണ്ണി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൺട്രോൾ യൂണിറ്റിലെ ആ എണ്ണവുമായി തിട്ടപ്പെടുത്തും. അങ്ങനെ 1ൽ നിന്നും 5ലേക്ക് മാറാനാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ കേസ് സഹായിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ 2023 അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് ഫയൽ ചെയ്ത കേസിൽ സുപ്രീം കോടതി പറയുന്നത് ഞങ്ങൾ നിരന്തരമായിട്ട് ഇത്തരം അടിസ്ഥാനരഹിതമായ ഹർജികൾ, തെളിവില്ലാതെ കൊണ്ടുവരുന്ന ഹർജികൾ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഹർജിയും പരിഗണിക്കാതെ തന്നെ ഞങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയുമായിരുന്നു. എങ്കിലും ഞങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് വിശദമായ ഒരു വിധി പറയാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഹർജികൾ അത് ഇന്ത്യയിലെ വോട്ടർമാർക്കിടയിൽ ഒരു സംശയം, അവരുടെ മനസ്സിൽ ഒരു സംശയം ജനിപ്പിക്കാൻ ഇടയാകും. അതുകൊണ്ട് ഞങ്ങൾ കാര്യകാരണ സഹിതം ഈ കേസ് പഠിച്ചതിന് ശേഷം ഒരു വിധി പറയാൻ പോവുകയാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുകയുണ്ടായി. അവസാനം കോടതി അസന്നിഗ്ധമായി പറയുന്നത് ഇനി മേലാൽ ഒരു വ്യക്തിയും തെളിവില്ലാതെ EVMനെതിരെ ആരോപണവും ഉന്നയിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധിയും വേണുഗോപാലും ഒക്കെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ഒരു കേസ് ഫയൽ ചെയ്ത് സമീപിക്കാത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം അടവ് മാറ്റിയിട്ട് വോട്ട് ചോരിയുടെ പുറകെ പോകുന്നത്. ഇത്തരത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആൾക്കാർ ഉയർത്തുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമേ ഒന്ന് കാണാം. ഒന്നാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെയോ അല്ലെങ്കിൽ പാർട്ടിയെയോ സഹായിക്കാൻ കഴിയും, അത്തരത്തിലാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ആരോപണം. രണ്ടാമത്തെ ഒരു ആരോപണം, ഞാനിപ്പോൾ താമരയിൽ കുത്തുകയാണ് എന്നുണ്ടെങ്കിൽ വോട്ട് പോകുന്നത് അരുമാൽ ചുറ്റിയ നക്ഷത്രത്തിലേക്കാണ്, അങ്ങനെയുള്ള ഒരു പരാതിയും വരാറുണ്ട്. മറ്റൊരു പരാതി, ഈ ബാറ്ററിയുടെ ലെവൽ കൂടുന്നതും കുറയുന്നതും അനുസരിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പാർട്ടി ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത ഒരു ആരോപണം, ഈ VVPAറ്റ് എണ്ണുന്നതും അതുപോലെ തന്നെ അത് ഈ കൺട്രോൾ യൂണിറ്റിലെ വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൽ വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് നാലാമത്തെ ആരോപണം. അടുത്ത ആരോപണം, വികസിത രാജ്യങ്ങളിൽ അവിടെ നേരത്തെ EVM ഉപയോഗത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ അതിൽ കൃത്രിമം നടത്താൻ സാധിക്കും എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കോടതികൾ അത്തരം EVMൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും അവരൊക്കെ തന്നെ ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരാൾ ഒരു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എണ്ണപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നില്ല. മറ്റൊരു ആരോപണം, ഈ പല ഏജൻസികളും പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്താൻ കഴിയും എന്നാണ്. മറ്റൊരു ആരോപണം, ഈ ആകെ പോൾ ചെയ്ത വോട്ടും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ശരിയായി പലയിടത്തും വരുന്നില്ല. ഇതൊക്കെയായിരുന്നു ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് എതിരെയുള്ള ആരോപണങ്ങൾ. ഇത്തരം ഹർജികൾ നൽകിയ എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത് വളരെ വിചിത്രമായ കാര്യങ്ങളായിരുന്നു. അതായത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംവിധാനം മതിയാക്കിയതിന് ശേഷം ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോകണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, ഈ VVPAറ്റ് ഈ വോട്ടറുടെ കയ്യിൽ കൊടുക്കണം. അത് അദ്ദേഹം നോക്കി പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം കൊണ്ടതിനെ ഒരു ബാലറ്റ് ബോക്സിൽ ഇടും. മൂന്നാമത്തെ ആവശ്യം, ഈ 100% VVPAറ്റും എണ്ണി കൺട്രോൾ യൂണിറ്റിലെ
വോട്ടുമായി താരതമ്യം ചെയ്ത് രണ്ടും തുല്യമാണോ എന്ന് കണ്ടെത്തണം എന്നായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം ആയതിനാൽ നേരത്തെയുള്ള വിധികളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കിത് തള്ളിക്കളയാം എങ്കിൽ തന്നെയും ജനങ്ങളുടെ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളിതിൽ സമഗ്രമായ ഒരു വിധി പുറപ്പെടുവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരേ സ്വരത്തിലാണെങ്കിലും ജസ്റ്റിസ് ഖന്നയും ദീപാങ്കർ ദത്തയും വിഭിന്നങ്ങളായ അവരവരുടേതായ ജഡ്ജിമെൻറ്റുകൾ എഴുതിയത്. അതിൽ ജസ്റ്റിസ് ഖന്നയുടെ ജഡ്ജിമെൻ്റാണ് ആധികാരികമായിട്ടുള്ള ഒന്ന്. അതിൽ ദീപാങ്കർ ദത്ത പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജസ്റ്റിസ് ഖന്ന എഴുതിയ വിധിന്യായം പോലെ ഉള്ള മറ്റൊരു വിധിന്യായം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ്. അതിൽ നിന്നും തന്നെ ഈ എത്ര ഡീപ്പായിട്ടായിരിക്കാം ജസ്റ്റിസ് ഖന്ന ഒരു വിധി എഴുതിയത് എന്ന് നാം മനസ്സിലാക്കണം. ഓരോ ഇലക്ഷന് മുമ്പായിട്ടും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം ആരോപിച്ചുകൊണ്ട് അടിസ്ഥാനരഹിതമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഒരു ആചാരമായി മാറിയിരിക്കുന്നതിനാൽ ഒരു ആചാരമായി മാറിയിരിക്കുന്നതിനാൽ ഈ കേസ് ഞങ്ങൾ തള്ളിക്കളയാതെ അതിൻ്റെ മെറിറ്റിലേക്ക് കടന്ന് വിധി പറയാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത പറഞ്ഞത്. ഇത്തരത്തിൽ ഹർജി നൽകുന്ന ആൾക്കാരുടെ ഉദ്ദേശ്യം അടിസ്ഥാനരഹിതമായി EVM-ൽ കൃത്രിമം നടത്താം എന്ന് ആരോപിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ സംശയം ജനിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു. തുടർന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത നമ്മോട് പറയുന്നത്, നാം ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മഹാരാജ്യം കഠിനമായ ശ്രമങ്ങളിലൂടെ പല മേഖലകളിലും ഉണ്ടാക്കിയെടുത്ത അസൂയാവഹമായ നേട്ടങ്ങളെ താറടിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമം ഇന്ത്യയിലെ ഒരു കൂട്ടം രാജ്യവിരുദ്ധ ശക്തികൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത്തരം ശ്രമങ്ങളെ മുളയിലെ തന്നെ നുള്ളിക്കളയേണ്ടതാണ് എന്നും അദ്ദേഹം പറയുന്നു. നമുക്കറിയാം, അല്പമെങ്കിലും കോമൺ സെൻസുള്ള ആരും തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്ന് മാറി പണ്ട് ജാമ്പവാന്റെ കാലത്തെ പേപ്പർ ബാലറ്റ് സിസ്റ്റത്തിലേക്ക് പോകണം എന്നുള്ള ആവശ്യം ഉന്നയിക്കില്ല. അപ്പോൾ കോടതി പറയുന്നു, ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നത് തന്നെ ദുരൂഹമായ ഒന്നാണ് എന്നാണ്. തുടർന്ന് കോടതി പറയുന്നു, കാലാകാലങ്ങളിലായിട്ട് നിരന്തരം ഒരു തെളിവും ഇല്ലാതെ, ആ വാക്കാണ് നാം ശ്രദ്ധിക്കേണ്ടത്, ഒരു തെളിവും ഇല്ലാതെ ഇത്തരത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് എതിരെ കൊണ്ടുവരുന്ന ഇത്തരം ഹർജികളെ ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്നും എന്ത് വില കൊടുത്തും ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയയുടെ പരിപാവനത കാത്തുസൂക്ഷിക്കാൻ സുപ്രീം കോടതി ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറയുന്നു. കോടതി പറയുന്നത്, ഇത്തരം കേസുകൾ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസിയെ കൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പബ്ലിഷ് ചെയ്യിക്കും. അതിൽ പറയും EVM-ൻ്റെ പ്രവർത്തനം സംശയാസ്പദമാണ്, അത് ഹൈജാക്ക് ചെയ്യാൻ സാധിക്കും, അതിൽ കൃത്രിമം നടത്താൻ സാധിക്കും എന്നൊക്കെ പറയും. അതിനുശേഷം അതായിരിക്കും ഈ ഹർജിക്കാർ കോടതിയിൽ തെളിവായിട്ട് സമർപ്പിക്കുന്നത്. അത്തരം പ്രൈവറ്റ് ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ടുകളെ എങ്ങനെ തെളിവായി സ്വീകരിക്കാമെന്നാണ് കോടതി ചോദിക്കുന്നത്. കൂടാതെ ഈ കേസിൽ സമർപ്പിച്ചിരുന്ന അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതുവരെയും ഈ EVM-ൽ കൃത്രിമം നടത്തി എന്നുള്ളതിന് യാതൊരു വിധത്തിലുമുള്ള തെളിവും ഇല്ല എന്നാണ്. അത്തരം ഒരു റിപ്പോർട്ടിനെ എങ്ങനെയാണ് കോടതി സ്വീകരിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ ഹർജിക്കാർ പറഞ്ഞത്, EVM നിലവിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ്. എന്നാൽ കോടതി പറയുന്നത്, ഈ EVM നടപ്പിലാക്കിയതിന് ശേഷം ഈ വോട്ടർ ടേൺഔട്ടിൽ വളരെ വലിയ രീതിയിലുള്ള ഇൻക്രിമെൻ്റ് ഉണ്ടായി. അത് തന്നെ കാണിക്കുന്നത് ജനങ്ങൾക്ക് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വിശ്വാസം ഉണ്ട് എന്നാണ്. വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. കാരണം ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തും കാണാത്ത രീതിയിലുള്ള ബൃഹത്തായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്നത്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ 2024 കണക്ക് പ്രകാരം 97 കോടിക്ക് പുറത്ത് ആൾക്കാർ സമ്മതിദായകർ ആണ്. അതായത് ലോക ജനസംഖ്യയുടെ 10% കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നു എന്നർത്ഥം. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് 10 ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് സെറ്റപ്പ് ചെയ്യപ്പെടുന്നത്. ഒരു പ്രാവശ്യത്തെ ജനറൽ ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ചെലവാക്കുന്നത് 1 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ നമ്മൾ ഈ ഹിമാലയത്തിൻ്റെ ആ ഏരിയയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഏതെങ്കിലും ഒരു പർവ്വതത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ 3 ഫാമിലികൾ അവിടെ താമസിക്കുന്നുണ്ട് എങ്കിൽ അവർക്കും നമ്മളെപ്പോലെ തന്നെ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ആണ്.
അതിനു വേണ്ടിയിട്ട് ഈ കഴുതയുടെയും കുതിരയുടെയും ഒക്കെ പുറത്ത് ഈ ഇക്വിപ്മെൻ്റൊക്കെ കെട്ടി വച്ചുകൊണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർ ദിവസങ്ങൾക്ക് മുമ്പേ യാത്ര ആരംഭിക്കണം. എന്നാൽ മാത്രമേ അവിടെ ചെന്ന് എത്താൻ പറ്റൂ. അതുപോലെ തന്നെ സുന്ദർബൻ പോലുള്ള ഡെൽറ്റകളിലും മറ്റും വളരെ ബുദ്ധിമുട്ടാണ് ഈ പോളിംഗ് ഓഫീസർമാർക്ക് അവിടെ ചെന്ന് എത്തുക എന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. മറ്റൊരു പ്രധാന ആരോപണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വികസിത രാജ്യങ്ങളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ കൃത്രിമം നടത്തുന്നു എന്ന് തെളിഞ്ഞതിനെ തുടർന്ന് അവിടുത്തെ കോടതികൾ അതിൻ്റെ പ്രവർത്തനം മരവിപ്പിച്ചു എന്നുള്ളതാണ്. അവർ ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് ആരോപണം. നാം മനസ്സിലാക്കേണ്ടത്, ഇത് കേൾക്കുമ്പോൾ നാം സ്വാഭാവികമായിട്ട് ചിന്തിക്കുക, ഇവിടുത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും അവിടങ്ങളിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനും ഒരേപോലെ ഉള്ളതാണ് എന്നാണ്. എന്നാൽ സംഗതി അങ്ങനെ അല്ല. അവർ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീൻ അല്ല ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. അന്യരാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങൾ നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ വിളിക്കുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നാണ്. അവിടങ്ങളിലൊക്കെ ഈ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ആണ് വോട്ടിംഗ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. നമ്മുടെ EVM വളരെ വളരെ പ്രത്യേകതകൾ ഉള്ളതാണ്. അതിനെക്കുറിച്ചിട്ട് ഞാൻ അടുത്ത എൻ്റെ വീഡിയോയിൽ പറയാം. അടുത്ത ആരോപണം, ഈ VVPAT എണ്ണുമ്പോൾ അതിലെ വോട്ടും ഈ കൺട്രോൾ യൂണിറ്റിലെ വോട്ടും തമ്മിൽ താരതമ്യം വരുന്നില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള 20-ൽ പരം കേസുകൾ ഇന്ത്യയിൽ ഇതുവരെ ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാം തന്നെ വ്യാജവും ആയിരുന്നു, എക്സെപ്റ്റ് 1 കേസ്. അത് ആന്ധ്രാപ്രദേശിലെ മടുക്കൂർ എന്ന് പറയുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടായ തെറ്റായ ഒരു കാര്യമാണ്. അത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ രാവിലെ ഈ മോക്ക് പോൾ ചെയ്തതിന് ശേഷം പോളിംഗ് ഓഫീസർ ആ ഡേറ്റ ഈ മെഷീനിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഇതിൽ മാനുഷികമായ തെറ്റുകൾ സംഭവിക്കാൻ ഇടയുണ്ട് എന്നുള്ളത് ഒരു കാര്യം മാത്രമാണ്. അല്ലാതെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൻ്റെ തകരാറ് കൊണ്ട് അത്തരത്തിൽ ഒരു കാര്യവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. സത്യത്തിൽ ഇനിയൊട്ട് സംഭവിക്കാനും പോകുന്നില്ല. അടുത്ത പരാതി എന്ന് പറയുന്നത്, ഈ VVPATൽ ഇത് കാണാനുള്ള സമയദൈർഘ്യം 7 സെക്കൻഡ് മാത്രമാണ്, അത് കൂട്ടി നൽകണം എന്നാണ് ആവശ്യം. നമുക്ക് ഏവർക്കും തന്നെ അറിയാൻ സാധിക്കും, ഈ 7 സെക്കൻഡ് എന്ന് പറയുന്നത് തന്നെ മോർ ദാൻ സഫിഷ്യൻ്റ് ആണ്. അത് തന്നെ കൂടുതലാണ്. 7 സെക്കൻഡിൽ അതിനകത്ത് തന്നെ ഒരാൾക്ക് അത് നോക്കി താൻ വോട്ട് ചെയ്ത ചിഹ്നം തന്നെയാണോ അല്ലയോ എന്ന് ബോധ്യപ്പെടാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും തന്നെ അറിയാമെന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അവകാശമുണ്ടല്ലോ, ഞാൻ ചെയ്ത വോട്ട് അത് കണക്കിലെടുത്തു, എണ്ണപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യം വരണം എന്നാണ് പുതിയ ആവശ്യം. അപ്പോൾ കോടതി അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ നേരത്തെ ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്തിരുന്ന ആ വേളയിൽ നിങ്ങൾക്ക് അത് സാധ്യമായിരുന്നോ എന്നുള്ളതാണ്. അന്നും നിങ്ങൾക്ക് ആ അവകാശം ഉണ്ടായിരുന്നു. അന്ന് എന്താണ് സംഭവിച്ചത്? നമ്മൾ ബാലറ്റ് പേപ്പറിൽ ഒരു വോട്ട് ചെയ്തതിനു ശേഷം അതിനെ കൊണ്ടൊരു ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കുന്നു. പിന്നെ ആ പേപ്പറിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ അറിയാൻ സാധിക്കില്ല. അത് ആരെങ്കിലും എവിടേക്കെങ്കിലും കൊണ്ടുപോകും, എന്നെങ്കിലും ആരെങ്കിലും എണ്ണും. നിങ്ങളുടെ വോട്ട് എണ്ണപ്പെട്ടോ, അതിൽ ആരെങ്കിലും നിങ്ങളുടെ വോട്ടെടുത്ത് വലിച്ചേരി കളഞ്ഞോ എന്നൊന്നും തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിങ്ങൾ വോട്ട് ചെയ്ത് ബീപ്പ് സൗണ്ട് കേട്ട് നിങ്ങൾക്ക് VVPATൽ നിങ്ങളുടെ ചിഹ്നം കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് വരും നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തപ്പെട്ടു എന്ന്. EVM ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തപ്പെട്ടു എന്ന് പറയുന്നത് നിങ്ങളുടെ വോട്ട് എണ്ണപ്പെട്ടു എന്നുള്ളതിന് തുല്യം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് പഴയ ബാലറ്റ് പേപ്പർ സിസ്റ്റത്തിലേക്ക് മടങ്ങിപ്പോകണം എന്നുള്ള ഈ ഹർജിക്കാരുടെ ആവശ്യം ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ, തുരങ്കം വയ്ക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണെന്ന് കോടതി പറയുന്നു. ഇതുവരെയും സംശയത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, കൃത്രിമം നടത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ എന്തെങ്കിലും തെളിവോടുകൂടി ഇതുവരെ ആരും EVMനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. സംശയവും യാഥാർത്ഥ്യവും രണ്ടാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഹർജിക്കാരുടെ സംശയങ്ങളെ മുഖവിലയ്ക്ക് എടുക്കാൻ കഴിയില്ല എന്നും കോടതി പറയുന്നു. ഇവരുടെ ആരോപണങ്ങളെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയില്ല എന്നും, അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തെ തകർക്കും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഹർജിക്കാർക്ക് ഇപ്പോൾ ഉപയോഗത്തിലുള്ള EVMൻ്റെ പ്രവർത്തനം കൊണ്ട് എങ്ങനെയാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അട്ടിമറിക്കപ്പെടുന്നത് എന്ന് തെളിയിക്കാനോ, അതുപോലെ തന്നെ 100% VVPAT എണ്ണേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് കാണിക്കുന്നതിനോ സാധിച്ചില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്.
നാം ആലോചിക്കണം, ഈ ചെറിയ ഒരു പീസ് പേപ്പറാണ് ഈ വി വി പാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കോടിക്കണക്കിന് ഇതൊക്കെ എണ്ണിത്തിട്ടപ്പെടുത്തിയതിന് ശേഷം ആയിരിക്കണം ഈ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ള ഈ ഹർജിക്കാരുടെ വാദം എന്തിനു വേണ്ടിയിട്ട് ആണ്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഇങ്ങനെ റാൻഡമായിട്ട് എണ്ണുമ്പോൾ ഇതിൽ വ്യത്യാസം വരണം. ഇങ്ങനെ ചരിത്രത്തിൽ ഇതുവരെയും വി വി പാറ്റും ഈ കൺട്രോൾ യൂണിറ്റിലെ വോട്ടും തമ്മിൽ ഇതുവരെയും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിനെ നേരത്തെ സുപ്രീം കോടതി പറഞ്ഞതുപോലെ അട്ടിമറിക്കാൻ വേണ്ടി മാത്രമാണ് നിരന്തരം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹർജികൾ ഫയൽ ചെയ്യപ്പെട്ടിരുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. കോടതി അവസാനമായിട്ട് പറയുന്നത് ഒരിക്കലും തെളിവുകളുടെ അഭാവത്തിൽ ഈ വിഷയത്തിൽ ഇനി ഏതെങ്കിലും കേസുമായിട്ട് ആരും വരാൻ പാടില്ല എന്നാണ്. നിങ്ങൾ ഇനി കോടതിയെ സമീപിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ EVMനെതിരെ വ്യക്തമായ തെളിവുണ്ടായിരിക്കണം എന്ന് അർത്ഥം. അതുകൊണ്ടാണ് ഈ വിധി വന്നതിന് ശേഷം 2 വർഷമായിട്ട് ആരും തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു കേസുമായിട്ട് പോകാത്തത്. ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഒരിക്കലും തന്നെ ആരും സുപ്രീം കോടതിയിൽ EVMനെതിരെ ഒരു കേസുമായി പോകുകയും ഇല്ല. ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പെനാൽറ്റി അടിച്ചിട്ട് കയ്യിൽ കൊടുക്കും എന്നർത്ഥം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഞാൻ ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പഠിച്ചു. യാതൊരു കാരണവശാലും അതിൽ യാതൊരു വിധത്തിലും ഉള്ള കൃത്രിമം നടത്താൻ സാധ്യമല്ല എന്നുള്ള കാര്യം. എന്നാൽ നിങ്ങൾക്ക് അത് ബോധ്യം വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത 2 വീഡിയോകൾ കൂടി സദയം കാണുക. അതുകൊണ്ട് മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ആവശ്യമാണ്. നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കപ്പെടുന്നത്, സുതാര്യമായ രീതിയിൽ ആണോ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും ഒക്കെ തന്നെ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ ഹൈജാക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വച്ചിട്ട് നിങ്ങൾ മറു ചോദ്യം അവരോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഒരു ബോധവാൻ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത 2ാമത്തെ വീഡിയോയുമായി നമുക്ക് വീണ്ടും ഉടൻ തന്നെ കാണാം. കാരണം ഇലക്ഷൻ വരികയാണ്. അതിനു മുമ്പ് എന്തായാലും എനിക്ക് ഈ വീഡിയോകൾ ചെയ്ത് തീർക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.